വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിക്ടോക്സ് ദർശന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ചായാലൊരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ വീഡിയോസിനൊക്കെ റീച്ച് വളരെ കുറവാണ്. ഐ നോ ദാറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല ഇപ്പോൾ എന്നുള്ളത്. കണ്ടൻറ് ദാരിദ്ര്യം കൊണ്ടല്ല ഗൈസ്, സത്യമായിട്ട് ഒരുപാട് കണ്ടൻറ് എൻ്റെ മനസ്സിലുണ്ട്. അതായത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്നല്ല, ഞാൻ ഇത് ചെയ്താൽ അടിപൊളിയാകുമെന്ന് ഉറപ്പുള്ള കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഈ കണ്ടൻസും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എൻ്റെ മനസ്സിൽ വരിക എന്നറിയോ? ഞാൻ വേറൊരു ജോലി ചെയ്യുമ്പോൾ, ഞാൻ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടിരിക്കുമ്പം എനിക്ക് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് വരില്ല. അപ്പം ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓക്കെ ഇത് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചെയ്താൽ കൊള്ളാം, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്താൽ നന്നായിരിക്കുന്നത്, എനിക്ക് അപ്പോഴാണ് കത്ത്. സോ പിന്നെ എനിക്ക് സമയം കിട്ടില്ല. കാര്യം ഇപ്പം എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു 8:30 തൊട്ട് രാത്രി 7:45 വരെയുള്ളൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന എനിക്ക് സീനുള്ള കാര്യമല്ല. എഡിറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴാണെങ്കിലും ചെയ്യാം, വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം എനിക്ക് കിട്ടുന്നില്ല. ആകെ സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പം ചില സൺഡേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ സൺഡേ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ സൺഡേ ഒക്കെ വെറുതെ ഇരിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മളിങ്ങനെ എന്താ പറയുക, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എനിക്കൊരിക്കലും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പം അതൊരു ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ റെസ്റ്റ് വേണമെന്നുള്ളൊരു ദിവസമാണെങ്കിൽ ഞാൻ ആ ദിവസം വീഡിയോ എടുക്കാതെ അങ്ങനെ ഒരു സൺഡേ ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു സൺഡേ ഞാൻ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റൊന്നുമല്ല. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരിക്കും, എന്നാലും ഒരുപാട് പേര് ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. ബിക്കോസ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ലാങ്ങിനെ പറ്റിയാണ്. അതായത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൽ ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഞാൻ ഒരു കോഴിക്കോടുകാരിയാണ്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സ്വന്തം കോഴിക്കോടല്ല, പേരാമ്പ്രയാണ്. കോഴിക്കോടിൽ നമ്മൾ എന്താ പറയുക, പേരാമ്പ്ര എന്ന് പറയും, തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, പേരാമ്പ്ര എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു റീജിയനിൽ വരുന്ന സ്ഥലമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. കുറ്റ്യാടി, പേരാമ്പ്ര അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തോന്നുന്നു. സോ എൻ്റെ നാട് എന്ന് പറയുന്നത് പേരാമ്പ്രയാണ്. പേരാമ്പ്രയിൽ, അതായത് എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, സ്ലാങ്സ് അല്ല സ്ലാങ്, അതിനെ പറ്റിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഞാനിപ്പോൾ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഭാഷ എനിക്ക് നല്ല വശമില്ല. എന്താ വെച്ചാൽ എനിക്ക് ചില വാക്കുകൾ മാത്രമേ അറിയൂ. പിന്നെ ഭയങ്കര രസമുള്ള ഭാഷയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്, നമുക്ക് കേട്ടിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഭാഷേനെ പറ്റിയല്ലല്ലോ സംസാരിക്കുന്നത്, പേരാമ്പ്രയുള്ള ഭാഷേനെ പറ്റിയാണല്ലോ. സോ ഈ കോഴിക്കോട് ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ആണ് സ്ലാങ് എങ്കിലും ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോണും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലുശ്ശേരി, പേരാമ്പ്ര ഏകദേശം സെയിം ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ വടകര, ഓർക്കാട്ടേരി, ആ ഒരു സ്ഥലമുണ്ട്, ആ ഒരു റൂട്ടുണ്ട്, അത് വേറൊരു സ്ലാങ് ആണ് സംസാരം. അപ്പം നമ്മുടെ പേരാമ്പ്ര തന്നെ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെയുള്ള പല ലാംഗ്വേജ് മിക്സ് ചെയ്ത്, ലാംഗ്വേജ് നല്ല പല സ്ലാങ് മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു ടോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്ലാങ് ഉണ്ടല്ലോ, ഇങ്ങനെയല്ല പേരാമ്പ്രയിൽ സംസാരിക്കുക, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നല്ല ഒരിടത്ത് സംസാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഏതാളാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ, എനിക്കിപ്പോൾ ഒരു മുസ്ലിം ഫ്രണ്ടാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു മുസ്ലിം ഫ്രണ്ട് അടുത്ത് സംസാരിക്കുക, അവർ ഏത് ഭാഷയിലാണോ സംസാരിക്കുക ഞാൻ അധികവും ആ ഭാഷയിൽ തിരിച്ച് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ഫ്രണ്ട് ആണെങ്കിൽ ക്രിസ്ത്യൻസ് അവർ യൂസ് ചെയ്യുന്ന സ്ലാങ്സ്, അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതൊക്കെ യൂസ് ചെയ്ത് ഞാൻ തിരിച്ച് അങ്ങനെ സംസാരിക്കാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു ഫ്രണ്ടാണെങ്കിൽ ആ നാട്ടിലുള്ള ഭാഷ, ആ പ്രാദേശിക ഭാഷ ഏതാണോ അതിൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കുക. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോ രീതിയിൽ സംസാരിക്കുന്നതല്ല. എനിക്കിഷ്ടമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകൾ പഠിക്കാനും അത് ഉപയോഗിക്കാനും സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. സോ കമ്മിങ് ബാക്ക് ടു അവർ ഭാഷ, അതായത് ഭാഷയല്ല, അവർ പ്രാദേശിക ഭാഷ. അപ്പം നമ്മളത് ഞാൻ കുറച്ച് വേർഡ്സ് ആയിട്ട് പറയാം. അപ്പം നീ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ഞി എന്നാണ്. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ചിരി വരികയാണ്. അങ്ങനെ എന്ത് കോമഡി ആയിട്ട് പറയുന്നതല്ല, ഇനി എന്താക്കുക എന്നാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ചോദിക്കുക. അതിപ്പോൾ പേരാമ്പ്ര, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, എൻ്റെ വീട് കോടേരിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പേരാമ്പ്ര കോടേരിച്ചാൽ, അതായത് കൂരാച്ചുണ്ട് റൂട്ടിലേക്ക് പോണ, കൂരാച്ചുണ്ട് കായണ്ണ, കൂരാച്ചുണ്ട് റൂട്ടിൽ കൂടി നമുക്ക് പേരാമ്പ്ര എത്താൻ പറ്റും. അതുപോലെ തന്നെ കായണ്ണ വഴി കൂടി നമുക്ക് കോടേരിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. കോടേരിച്ചാലിന് കുറച്ച് പോകാൻ കേട്ടോ. അവിടെ നിന്നും പറയുകയാണെങ്കിൽ വെങ്ങപ്പറ്റ എന്നുള്ള ഒരു സ്ഥലമാണ്
നമ്മുടെ എക്സാക്റ്റ് എൻ്റെ ഒരു വീടും അതിൻ്റെ ലൊക്കാലിറ്റിയും വരുന്നത്. സോ അപ്പോൾ ഇനി എന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുന്നത് അതാണ് മീൻസ് നീ എന്താ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയണേ. പിന്നെ അലസുണ്ടാക്കുക, ഇനി അലസുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അലസുണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ ഐറ്റങ്ങൾ എന്ന് പറയാം. ഐറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐറ്റങ്ങൾ എന്താക്കുക, അവരെന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരർത്ഥമാണ്. പിന്നെ നമ്മൾ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പ്ലേറ്റിനില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിന് പിഞ്ഞാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അല്ല കേട്ടോ, കുറച്ച് മുന്നേ. അച്ഛമ്മ ഇപ്പം ഇല്ല. അപ്പോൾ അച്ഛമ്മയുള്ള സമയത്ത് അച്ഛമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് പിഞ്ഞാണത്തിൽ ചോറ് കഴിക്കാമെന്നും പറയില്ല, ചോറ് തിന്നാന്നും പറയില്ല. ഈ തിന്നാന്നൊക്കെ ഉള്ളിരിക്കാരാണ് പറയുക, നമ്മൾ തിന്നാന്നാ പറയാം. ഇനി എന്താ പറയുക, ഇനി ചോറ് തിന്നോന്ന് കഴിച്ചോ നമ്മൾ ചോദിക്കില്ല. കഴിച്ചോന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡായിപ്പോയി. ഇനി ചോറ് തിന്നോ അങ്ങനെയാണ് ചോദിക്കുക. ഇനി ചോറ് തിന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് സ്പീഡിലാണ് പറയുക, അതൊരു വ്യത്യാസമുണ്ട്. ഇനി ചോറ് തിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നിങ്ങൾ ചോറ് കഴിച്ചു എന്നുള്ളൊരർത്ഥമാണ് അവിടെ വരുന്നത്. പിന്നെ സ്ഥിരമായിട്ട് പറയുന്നൊരു സെൻറ്റൻസാണ് ഞാനവിടെ പോയിക്ക്, ഞാൻ കണ്ടിക്ക്, വന്നിക്ക്, ഞാൻ കയറിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയറിയിട്ടുണ്ട്, കയറിക്ക്, വന്നിക്ക്, പോയിക്ക്, കണ്ടിക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതലാണ്. കീ കൂടുതലാണ്. നമ്മൾ സെൻറ്റൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കീ പറയുന്നത് കൂടുതലാണ്. ചില ആൾക്കാർ വന്നിന്, കണ്ടിന്, പോയിന് അങ്ങനെ പറയും. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കണ്ണൂർ ഉള്ള ആൾക്കാരാണ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് സംസാരിക്കുക. എന്തെന്നാപ്പാ, അതുപോലെ തന്നെ പാ പറയണത്, എന്തെന്നാപ്പൊക്കെ കളിക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ കായാണ്, അതായത് വന്നിക്ക്, കണ്ടിക്ക്. ഇപ്പോൾ ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ബേങ്കി എന്ന് പറയും. അത് കണ്ണൂർക്കാർ മാത്രമല്ല, നമ്മൾ പേരാമ്പ്രക്കാരും പറയും. എന്തെന്നാ കളിക്കുന്നത്, വേങ്കി എന്ന് പറയും. വേങ്കിന്ന് മീൻസ് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇനി മൊയന്താന്ന് പറയുക. മൊയന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഡിന്നാണ്, വിഡ്ഡി മണ്ടൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സോ ഇനി കളിക്കുന്നത് ഇത് മൊണ്ണയാണോ എന്ന് ചോദിക്കും. അതുപോലെ മൊയന്താണോ എന്ന് ചോദിക്കും. പിന്നെ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സാണ്. അത് പ്രോപ്പർ കോഴിക്കോട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയേണ്ടത് എൻ്റെ പേരാമ്പ്രയിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനെയല്ല. ഈ നിങ്ങൾ ഈ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മാത്രം, ചിലപ്പോൾ മലപ്പുറത്ത് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ ചില വേർഡ്സോ അല്ലെങ്കിൽ ചില സെൻറ്റൻസോ ആ നാട്ടിൻ്റേത് മാത്രമായിട്ടുള്ളതുണ്ടാവും അങ്ങനെ. അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ കർമൂസ എന്ന് പറയും. പക്ഷേ കർമൂസയ്ക്ക് പല സ്ഥലങ്ങളിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള നാമധേയങ്ങളാണ്. സോ കുറച്ച് വേർഡ്സൊക്കെ അവരവരുടേതായിട്ടുള്ള നാട്ടിൽ തന്നെ ഉള്ളതുണ്ടാകും. അപ്പോൾ ഒരുപാട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതും ഈ കാസർഗോഡ് ഭാഷയാണ്. അത് എനിക്ക് എന്താ പറയുക, ഒട്ടും നമുക്ക് ആ ഒരു ഭാഷ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അത് എനിക്ക് തോന്നുന്നു കാസർഗോഡുകാർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഭാഷ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അഗെയിൻ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുറച്ചുകൂടെ വാക്കുകൾ നോക്കാം. പിന്നെ അതുപോലെ ഓൻ, ഓള് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അവൻ, അവൾ എന്നൊന്നും നമ്മൾ പറയില്ല. വളരെ ചുരുക്കം ആൾക്കാരും മാത്രമേ അവൻ, അവൾ എന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്രിസ്ത്യൻസ് ആയിരിക്കും അങ്ങനെ പറയാന്നുള്ളത്, എല്ലാവരും ഒന്നല്ല. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ പോയാലും ഓനെന്താക്കുന്നു, ഓളെന്താക്കുന്നു, ഓളെടിയുള്ളത്, ഓനെടിയുള്ളത് അങ്ങനെ ചോദിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്തെന്നാണ് നമ്മൾ ചോദിക്കില്ലേ, എന്തെന്നാണുള്ളത് നമ്മൾ സൈലൻ്റ് ആയിരിക്കും. എന്തെന്നാണെന്നാണ് ചോദിക്കുക. മീൻസ് ഞാനൊക്കെ ഇങ്ങനെ കേട്ടോ ചോദിക്കുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇങ്ങനെ മാത്രമേ പേരാമ്പ്രയിൽ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പേരാമ്പ്ര തന്നെയാണെങ്കിൽ പേരാമ്പ്ര അങ്ങനെയും ചില ആൾക്കാർ പറയുന്നുണ്ട്. ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ വേറൊരു പേരാമ്പ്രക്കാർ സംസാരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു ഭാഷയില്ല, എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ സിമിലാരിറ്റീസ് ഉണ്ടാവും ചില വേർഡ്സിലും അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗത്തിലും. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ള ചില ഒരു സംസാരം ഉണ്ടാകും, സംസാര രീതിയും ഉണ്ടാകും. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താന്നുള്ളതാണ്. എന്തെന്നാന്നാ ചോദിക്കുക, സൈലൻ്റ് ആയിരിക്കും. എന്താക്കുക അങ്ങനെ ചോദിക്കും, എന്താക്കാന്നൊക്കെ. പിന്നെ നമ്മൾ ഫ്രണ്ട്സിന് അധികം കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ കമ്പനിക്കാർ, ഓളെ കമ്പനിക്കാരാണ്, ഓൻ്റെ കമ്പനിക്കാരാണ് അങ്ങനെ പറയും. ഫ്രണ്ട്സ് ചങ്ങായിമാരെന്നും പറയും, പക്ഷേ ചങ്ങായിമാരെക്കാട്ടും കൂടുതൽ കമ്പനിക്കാരെന്നാണ് പറയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചാടിക്കളഞ്ഞ്, പോയിക്കളഞ്ഞ്. ചാടിക്കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. പോയിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ അത് പോയി എന്നുള്ളതൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. ചാടിക്കളഞ്ഞ്, പോയിക്കളഞ്ഞ് എന്നൊക്കെ പറയുന്നത്. ചാടിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ചാടിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ലിറ്ററലി അത്
ഒഴിവാക്കി ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് ഒപ്പര എന്ന് പറയും. അതായത് ഒപ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്, ഒരുമിച്ച് കൂടെ എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഓളെൻ്റെ ഒപ്പര ഉണ്ടായിന് എന്ന് പറയില്ല കേട്ടോ. ഉണ്ടായിന് എന്ന് പറയുമ്പോൾ കണ്ണൂർ ഭാഷ. ഇപ്പോൾ ഓളെൻ്റെ ഒപ്പര ഉണ്ടായിന് ഉണ്ടായിനെന്ന് പറയും. മീൻസ് അത് ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ ഓളെൻ്റെ ഒപ്പര ഉണ്ടായിന്, ഓളെൻ്റെ കൂടിയതിന് അങ്ങനെയും പറയും. പിന്നെ വരുന്നത് അവസാനം എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ എന്ന് പറയാം. ചിലർ അവസാനം തന്നെ പറയും, ചിലർ ലാസ്റ്റിൽ എന്ന് പറയും. പിന്നെ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്നതാണ് എടങ്ങേറാക്കല്ലേ എന്ന് പറയും. എടങ്ങേറാക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാക്കല്ലേ എന്നുള്ള അർത്ഥമാണ്. പിന്നെ ചോറ എന്നുള്ളതും ഏകദേശം സെയിം ആയിട്ട് അർത്ഥം വരുന്ന. എന്ത് ചൊറയാന്നപ്പോൾ നോക്കും, ഇതെന്തെന്നാ ഇത് വല്ലാത്ത ചൊറയായല്ലോ. അതുപോലെ എടങ്ങേറാക്കല്ലേ എന്ന് പറയും. എടങ്ങേറാക്കലാണെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടിക്കല്ല, പ്രശ്നം ഉണ്ടാക്കല്ല എന്നൊക്കെയുള്ള അർത്ഥമാണ്. പിന്നെ നിങ്ങളെന്താക്കുക അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇഞ്ഞിന്ന് പറഞ്ഞില്ലേ, നീ എന്നുള്ള ഇഞ്ഞിന്ന് പറയാം. അതുപോലെ നിങ്ങളെന്താക്കുക അങ്ങനെ ചോദിക്കാം. നിങ്ങളെവിടെയാ, നിങ്ങളെന്താക്കുന്ന അങ്ങനെ ചോദിക്കും. അപ്പോൾ പിന്നെ ചുവപ്പ് എന്നൊക്കെയുള്ള നമ്മൾ ചുവപ്പ് എന്നൊന്നും പറയില്ല, നമ്മൾ ചുമപ്പ് എന്ന് പറയാം. ചുമലാന്ന് പറയില്ല, ചുവപ്പ് എന്ന് പറയും. ചോപ്പ്, ചില ആൾക്കാർ ചോപ്പ് എന്ന് പറയും. ചുവപ്പ് കളറ്, എനിക്ക് ചുവപ്പ് കളറ് വേണം അങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്തൊരു പ്രശ്നം എന്താ പറയുക, വീഡിയോ ഫോമിലായിട്ട് പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ഓർത്തോർത്ത് പറയണം. പക്ഷേ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് ഭയങ്കര അനായാസമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ ഓർത്തോർത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പം എന്താ പറയുക, നമുക്കിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഓർത്തോർത്ത് പറയുന്നതിനെ കൊണ്ട് എനിക്ക് പകുതി ചിലപ്പോൾ മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സും കിട്ടും. എന്നാലും ഏറെക്കുറെ ഞാൻ ഓർത്തെടുത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വേർഡ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നത് നിങ്ങളൊരു പേരാമ്പ്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരാമ്പ്രക്കാരിയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ അത് എവിടെയാണെങ്കിലും നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. ഞാൻ ഇപ്പം തൃശ്ശൂർ ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് വിട്ടത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഭാഷ ഞാൻ പഠിക്കാനായിട്ട് ഞാൻ കുറേ നോക്കി. പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അവർ സംസാരിക്കുന്ന ആ ഒരു ടോണിൽ നമുക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലർ അത് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കും കേട്ടോ. അതായത് ശരിക്കും അവർ സംസാരിക്കുന്ന അതേ രീതിയിൽ പഠിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഷയാണെങ്കിലും ഭയങ്കര രസമാണ്. ഒരു താളമുള്ളൊരു സംസാരമാണ് അവരുടേത്. അപ്പം വേറെ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ആരെങ്കിലും പേരാമ്പ്രക്കാരാണ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോടുകാരാണ് കാണുന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ എന്തുമാത്രം സിമിലാരിറ്റീസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മറ്റൊരു സ്ഥലത്ത് എന്നുള്ളത്. പിന്നെ പറയുന്ന കാര്യമാണ് നീ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുള്ളതിന് നീ എൻ്റെ വയ്യിൽ നിൽക്കുന്ന പറയാം. വയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ പുറകിൽ നിൽക്കുന്ന അർത്ഥമാണ്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയില്ലേ, അതിന് നമ്മൾ വയലിൽ കൂടി നടക്കുക എന്നാ പറയുക. വയലിൽ കൂടി അല്ലെങ്കിൽ വഴിയിൽ കൂടി. പിന്നെ വയലിനും നമ്മൾ വയലെന്നാണ് പറയുക. അപ്പം അത്രയും സിമിലാരിറ്റീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പിന്നെ നമ്മൾ പറയുന്നത് കേടാവുക എന്നുള്ളത് നമ്മളത് വെടക്കായി എന്നാണ് പറയുക. അത് വെടക്കായി. പിന്നെ വളിച്ച മണം അങ്ങനെയൊക്കെ നമ്മൾ പറയാം. കേടായ മണത്തിനൊക്കെയാണ് വളിച്ച മണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും പറയുന്നത്. അപ്പം വെടക്കായി എന്ന് പറയും. കേടായതിന് നമ്മൾ വെടക്കായി എന്നാണ് പറയും. അത് വെടക്കായി. പിന്നെ പൊങ്ങച്ചൻ പറയുന്നതിനാണെങ്കിൽ നമ്മൾ പറയും ഇനി ഇത് വിടല്ല അവിടെ വിടുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുവിധം സിനിമകളിലൊക്കെ എല്ലാവർക്കും കേട്ട് സുപരിചിതമാണ് ആ വാക്കെന്ന് തോന്നുന്നു. ഇത് പൊങ്ങച്ചത്ത, ഇനി ഇത് തള്ളുന്നത് അങ്ങനെ പറയും ചില ആൾക്കാർ. ഇനി ഇത് വിടല പറയും, ഇനി ഇത് വിടല വിടുന്നത് അങ്ങനെയും പറയും. ഇപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ നമ്മൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് നമ്മളില്ലേ കഴിച്ചിലായി എന്നാണ് പറയാം. കഴിച്ചിലായി ആടുന്ന് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിച്ചിലായി എന്ന് പറയും. കഴിച്ചിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് എന്നല്ല, രക്ഷപ്പെട്ട് എസ്കേപ്പായി എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളെ കമൻറ്റ്. ഇപ്പം ഞാൻ വെറുതെ എൻ്റെ ഭാഷയിലൊന്ന് പറയാൻ നോക്കിയാണ്, അത് വെറുതെ കൊളായി. ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുക. എന്താ വെച്ചാൽ ഞാൻ ഒരു പ്രശ്നം എന്താ പറയുക, ഞാനത് ഇൻറ്റൻഷനലി പറയുമ്പോൾ എനിക്കത് വരില്ല. അത് വേറൊരു കോമഡിയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അത്രയും ബലം പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് സിമ്പിളായിട്ട് പൂ പോലെ പുഷ്പം പോലെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഇൻറ്റൻഷനലി പറയുമ്പം പല വേർഡ്സും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല. എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് സ്വിച്ചിട്ട് ലൈറ്റ് കയറ്റുന്ന അവരെ ഭാഷയിൽ സംസാരിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടൊക്കെ എനിക്കങ്ങനെ പറ്റുന്നില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഡീമെറിറ്റ് ആവും, വോട്ടെവർ. അപ്പം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.
ഇറ്റ്സ് എ വെരി ഷോർട്ട് കുട്ടി വീഡിയോ. കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും സൺഡേ ഒക്കെ അടിച്ച് പൊളിക്കുക. അവിടെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐ നോ ദാറ്റ് ഞാൻ വല്ലപ്പോഴേ വീഡിയോ ഇടുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ദിവസവും വെറുപ്പിച്ച് വീഡിയോ ഇടുന്നതിനേക്കാട്ടുള്ള ഉപരി കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റ് നോക്കിയിടാനാണ് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ഡൗൺ ചെയ്യാൻ എന്ത് ചെയ്യരുത്, മറക്കരുത്. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ലവ് യു, ടേക്ക് കെയർ ഓൾ.